നിങ്ങൾ പ്രഗ്നൻ്റ് ആവാൻ ആഗ്രഹിക്കുന്നവരാണോ? പക്ഷേ പീരിയഡ്സ് ഇറഗുലർ ആണ്, ഓവുലേഷൻ നടക്കുന്നില്ല, മെഡിസിൻസ് കഴിച്ചിട്ടും ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടും റിസൾട്ട് ഇല്ല. പക്ഷേ നിങ്ങളോട് ഈ ഒരു ചോദ്യം ആരും ചോദിച്ചു കാണില്ല. ഡെയിലി നിങ്ങൾ എത്രത്തോളം സ്ട്രെസ്ഡ് ആണ്? സ്ട്രെസ്സ് മാത്രം ഓവുലേഷനെ സ്റ്റോപ്പ് ആക്കാനും അതുപോലെ പ്രഗ്നൻസി ഡിലേ ആക്കാനും കാരണമാകാം. അതെ, നിങ്ങളുടെ മൈൻഡ് ഹോർമോൺസിനെ ഡയറക്റ്റ്ലി കൺട്രോൾ ചെയ്യും. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് സ്ട്രെസ് എങ്ങനെ ഹോർമോൺസിനെ എഫക്റ്റ് ചെയ്യും, ഹോർമോൺസ് നാച്ചുറലി കാമാക്കാനുള്ള ഡെയിലി സിമ്പിൾ പ്രാക്ടീസസ് എന്തൊക്കെയാണ്, പിന്നെ നിങ്ങളുടെ ഓവുലേഷൻ സ്റ്റോപ്പ് ആവാനുള്ള കാരണം സ്ട്രെസ് ആയിരിക്കുമോ എന്നെങ്ങനെ ചെക്ക് ചെയ്യാം എന്നതിനെക്കുറിച്ചൊക്കെയാണ്. സോ നിങ്ങൾ PCOD റിവേഴ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന, നാച്ചുറലി കൺസീവ് ആകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ കാണുക. ഹായ്, ഞാൻ ഡോക്ടർ ജ്യോതിലക്ഷ്മി, സിദ്ധ ഡോക്ടർ ആൻഡ് മാജിക് ലൈഫ് സ്റ്റൈൽ കോച്ച്. ഞാൻ ചെറിയ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് വഴി PCODയും ഹോർമോണൽ ഇംബാലൻസും കൊണ്ട് സഫർ ചെയ്യുന്ന ലേഡീസിനെ അത് റിവേഴ്സ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. കാരണം PCODയും ഫെർട്ടിലിറ്റി ഇഷ്യൂസും ഒരു മെഡിക്കൽ കണ്ടീഷനിലുപരി അവരുടെ ലൈഫ് സ്റ്റൈൽ പ്രോബ്ലംസ് കൂടെയാണ്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇതിലെ ബിഗ്ഗസ്റ്റ് ഹിഡൻ കോസായ സ്ട്രെസ്സിനെ പറ്റിയാണ്. ഹൗ സ്ട്രെസ് എഫക്ട്സ് ഹോർമോൺസ്. നിങ്ങളുടെ ബോഡിയിൽ സ്ട്രെസ് അനുഭവപ്പെടുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ അവിടെ ഒരു സ്ട്രെസ് റെസ്പോൺസ് സിസ്റ്റം ആക്ടിവേറ്റ് ചെയ്യും. അതായത് ബ്രെയിൻ കോർട്ടിസോൾ എന്നൊരു ഹോർമോൺ റിലീസ് ചെയ്യും. കോർട്ടിസോൾ ഇസ് ഹെൽപ്ഫുൾ ഇൻ എമർജൻസീസ്. അതായത് ഇപ്പോൾ നിങ്ങളൊരു അപകടത്തിലാണ്, അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നിങ്ങളുടെ ബോഡി കോർട്ടിസോൾ എന്ന ഹോർമോൺ റിലീസ് ചെയ്യും. പക്ഷേ ഇപ്പോൾ മിക്ക സ്ത്രീകളും ഓരോ ദിവസവും ജീവിക്കുന്നത് സ്ട്രെസ് കൊണ്ടാണ്. വർക്ക് സ്ട്രെസ്, ഫാമിലി പ്രഷർ, സോഷ്യൽ പ്രഷർ, കൺസീവ് ആകാൻ ട്രൈ ചെയ്യുന്നു, മറ്റുള്ളവരുമായുള്ള കമ്പാരിസൺ. സോ യുവർ ബോഡി ഈസ് കോൺസ്റ്റൻ്റ്ലി പ്രൊഡ്യൂസിങ് ഹൈ ലെവൽസ് ഓഫ് കോർട്ടിസോൾ. കോർട്ടിസോൾ ലെവൽ കൂടുമ്പോൾ ബോഡിക്ക് കിട്ടുന്ന ഒരു ഇൻഫർമേഷൻ എന്താണ്? ഇപ്പോൾ പ്രഗ്നൻസിക്ക് പറ്റിയൊരു സേഫ് ടൈം അല്ല എന്നാണ്. അപ്പോൾ എന്ത് പറ്റും? നിങ്ങളുടെ ബോഡി റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെ തന്നെ ഷട്ട് ഡൗൺ ചെയ്യാൻ തുടങ്ങും. അതായത് ഓവുലേഷൻ ചിലപ്പോൾ സ്റ്റോപ്പ് ആവും, PCOD സിംറ്റംസ് കൂടും, പീരിയഡ്സ് ഇറഗുലർ ആകും, ഹോർമോണൽ ബാലൻസ് തെറ്റും. സോ സ്ട്രെസ് ഇസ് നോട്ട് ജസ്റ്റ് എ മെൻ്റൽ ഇഷ്യൂ, ഇറ്റ് ഈസ് ഓൾസോ കണക്റ്റഡ് വിത്ത് ഹോർമോണൽ ഇഷ്യൂ. എൻ്റെ അടുത്ത് വരുന്ന മിക്ക ലേഡീസിലും ഞാനിത് കാണാറുണ്ട്. ഡോക്ടറെ, ഞാൻ മെഡിസിൻസ് കറക്റ്റായി കഴിക്കുന്നുണ്ട്, പക്ഷേ പീരിയഡ്സ് ഇപ്പോഴും ഇറഗുലർ ആണ്. അപ്പോൾ ഞാൻ അവരുടെ ലൈഫിനെ കുറിച്ച് ചോദിക്കും. ഉറങ്ങുന്നത് ഒരുപാട് ലേറ്റ് ആയിട്ടാണ്, ജോലി സ്ഥലത്ത് നല്ല പ്രഷറുണ്ട്, പ്രഗ്നൻസിയെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ ആകുന്നുണ്ട്, ഓവുലേഷൻ കിറ്റ് വാങ്ങി മിക്ക ദിവസവും ഓവുലേഷൻ നടക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നവരുണ്ട്. സോ അവരെപ്പോഴും ഒരു സ്ട്രെസ് മോഡിലാണ്. ഈ സിറ്റുവേഷനിൽ ബോഡി എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്? ഇത് പ്രഗ്നൻസിക്ക് പറ്റിയൊരു സേഫ് എൻവയൺമെൻ്റ് അല്ല. അതുകൊണ്ട് ഓവുലേഷൻ ഡിലേ ആക്കുകയോ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ആക്കുകയോ ചെയ്യാമെന്നാണ്. സ്ട്രെസ്സാണ് നിങ്ങളുടെ ഓവുലേഷനെ ബ്ലോക്ക് ചെയ്യുന്നത് എന്നതിൻ്റെ സയൻസ് നോക്കാം. സ്ട്രെസ്സ് നിങ്ങളുടെ ഹോർമോൺസിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ടോ എന്നെങ്ങനെ അറിയാം? സൈൻ നമ്പർ 1, പീരിയഡ്സ് ഇറഗുലർ ആയിരിക്കും. പീരിയഡ് സൈക്കിൾസ് 35 ഡേയ്സ്, 45 ഡേയ്സ്, ചിലപ്പോൾ 2 മാസമൊക്കെ ആയിരിക്കും. സൈൻ നമ്പർ 2, ലേറ്റ് ഓവുലേഷൻ. ഓവുലേഷൻ ചിലപ്പോൾ വളരെ ലേറ്റ് ആയിട്ടായിരിക്കും നടക്കുന്നത്, ചിലപ്പോൾ ഓവുലേഷൻ നടക്കില്ല. സൈൻ നമ്പർ 3, സഡൻ ഷുഗർ ക്രേവിങ്സ്. സ്ട്രെസ്സ് കൂടുമ്പോൾ സ്വീറ്റ്സിനോടും ജങ്ക് ഫുഡ്സിനോടും ഉള്ള ക്രേവിങ്സ് അമിതമായി കൂടും. സൈൻ നമ്പർ 4, പുവർ സ്ലീപ്പ്. ഒരുപാട് വൈകി ഉറങ്ങുന്നതോ രാവിലെ എണീക്കുമ്പോൾ അമിതമായ ക്ഷീണം അനുഭവപ്പെടുന്നതോ ആവാം. സൈൻ നമ്പർ 5, കോൺസ്റ്റൻറ്റ് ആങ്സൈറ്റി അബൌട്ട് പ്രഗ്നൻസി. ഇതിനെക്കുറിച്ച് എപ്പോഴും ചിന്തിച്ച് വിഷമിക്കുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹോർമോണൽ ബാലൻസിനെ എഫക്റ്റ് ചെയ്യാനുള്ള കാരണം സ്ട്രെസ് ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സിമ്പിൾ മൈൻഡ് കാമിംഗ് പ്രാക്ടീസസ്. നിങ്ങൾക്ക് കോംപ്ലിക്കേറ്റഡായ സൊല്യൂഷൻസിൻ്റെ ആവശ്യമില്ല. പകരം സ്ട്രെസ് ഹോർമോൺസ് കുറയ്ക്കാനും ഓവുലേഷനെ സപ്പോർട്ട് ചെയ്യാനും സിമ്പിൾ ഡെയിലി പ്രാക്ടീസസ് മതിയാവും. അതെന്തൊക്കെയാണെന്ന് നോക്കിയാലോ. പ്രാക്ടീസ് നമ്പർ 1, മോർണിംഗ് സൺലൈറ്റ്. ഡെയിലി ഒരു 10 to 15 മിനിറ്റ്സ് രാവിലത്തെ ഇളം വെയിൽ കൊള്ളാം. ഇത് നമ്മുടെ ബയോളജിക്കൽ ക്ലോക്കും ഹോർമോൺസും റെഗുലേറ്റ് ചെയ്യാൻ സഹായിക്കും. പ്രാക്ടീസ് നമ്പർ 2, ഡീപ്പ് ബ്രീത്തിങ്. ഒരു 5 മിനിറ്റ് സ്ലോ ആയിട്ട് ബ്രീതിങ് ചെയ്യാം. ഇത് കോർട്ടിസോൾ ലെവൽ കുറയ്ക്കും. ഇൻഹെയിൽ സ്ലോലി ആൻഡ് എക്സെയിൽ സ്ലോലി. അപ്പോൾ നിങ്ങളുടെ ബ്രെയിൻ പറയും യുവർ ബോഡി ഈസ് സേഫ് എന്ന്. പ്രാക്ടീസ് നമ്പർ 3, റെഡ്യൂസ് സ്ക്രീൻ സ്ട്രെസ്. അതായത് ഉറങ്ങുന്നതിന് മുൻപ് മൊബൈലും സോഷ്യൽ മീഡിയയും ഒഴിവാക്കുക. ഒരുപാട് സ്ക്രീൻ ടൈം ബ്രെയിനിനെ അലേർട്ടാക്കി വയ്ക്കും. അങ്ങനെയും സ്ട്രെസ് ഹോർമോൺസ് ഇൻക്രീസ് ആവും. പ്രാക്ടീസ് നമ്പർ 4, വാക്ക് ഡെയിലി.
സ്ട്രെസ്സ് കുറയ്ക്കാനും ഹോർമോണൽ ബാലൻസ് ഇംപ്രൂവ് ചെയ്യാനും ഒരു 20 to 30 മിനിറ്റ്സ് ഡെയിലി നടക്കുന്നത് ഹെൽപ്പ് ചെയ്യും. പ്രാക്ടീസ് നമ്പർ 5. സ്റ്റോപ്പ് കോൺസ്റ്റൻ്റ്ലി വറിയിങ് അബൌട്ട് പ്രഗ്നൻസി. മനസ്സ് റിലാക്സ് ആവുമ്പോൾ ബോഡി കുറേ കൂടെ ബെറ്ററായിട്ട് ഫങ്ഷൻ ചെയ്യും. എ കാം മൈൻഡ് ക്രിയേറ്റ്സ് എ ഫെർട്ടൈൽ ബോഡി. പലർക്കും അറിയാത്ത അല്ലെങ്കിൽ പലരും തിരിച്ചറിയാത്ത ഒരു കാര്യമുണ്ട്. മരുന്നുകൾ മാത്രമല്ല ഫെർട്ടിലിറ്റിയെ കൺട്രോൾ ചെയ്യുന്നത്. മെഡിസിൻസ് കൂടാതെ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ, ഉറക്കം, സ്ട്രെസ്, ഡെയിലി ഹാബിറ്റ്സ് ഇവയെല്ലാം ഫെർട്ടിലിറ്റിയെ കൺട്രോൾ ചെയ്യുന്ന ഘടകങ്ങളാണ്. അതുകൊണ്ടാണ് പലപ്പോഴും മരുന്ന് കഴിക്കുന്നത് കൊണ്ട് മാത്രം PCOD മാറാത്തത്. കാരണം അതിൻ്റെ റൂട്ട് കോസ് കറക്റ്റ് ചെയ്യുന്നില്ല. ഈ റൂട്ട് കോസ് എങ്ങനെ കറക്റ്റ് ചെയ്യാം എന്നാണ് ഞാൻ എൻ്റെ മാജിക് ലൈഫ് സ്റ്റൈൽ കോച്ചിങ് പ്രോഗ്രാമിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഹോർമോൺസ് നാച്ചുറലി ബാലൻസ് ചെയ്യാൻ, PCOD റിവേഴ്സ് ചെയ്യാൻ, ഓവുലേഷൻ ഇംപ്രൂവ് ചെയ്യാൻ, നാച്ചുറൽ കൺസെപ്ഷന് വേണ്ടി ബോഡിയെ പ്രിപ്പയർ ചെയ്യാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഗൈഡൻസ് ആണ് ഞാൻ ഈ പ്രോഗ്രാമിൽ കൊടുക്കുന്നത്. സിമ്പിൾ ലൈഫ് സ്റ്റൈൽ ആൻഡ് ഫുഡ് ഹാബിറ്റ്സ് ഇംപ്രൂവ് ചെയ്യുന്നത് വഴിയാണ് ഇത് പോസിബിൾ ആക്കുന്നത്. നമുക്ക് വുമൻസിന് വേണ്ട ഒരു സപ്പോർട്ടീവ് കമ്മ്യൂണിറ്റി ഉണ്ട്. ഈ ഒരു ജേർണിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ടെങ്കിൽ ഹീലിംഗ് ഈസി ആവും. ഈ ഫെർട്ടിലിറ്റി ലൈഫ് സ്റ്റൈൽ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ, ഹോർമോൺസ് നാച്ചുറലി എങ്ങനെ ബാലൻസ് ചെയ്യാമെന്ന് പഠിക്കണമെങ്കിൽ കമൻറ്റ് PCOD അല്ലെങ്കിൽ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യും. മൈ ടീം വിൽ ഗൈഡ് യു. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെങ്കിൽ ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഈ ഇൻഫർമേഷൻ ആവശ്യമുള്ള നിങ്ങളുടെ ഒരു ഫ്രണ്ടിന് വീഡിയോ ഉറപ്പായും ഷെയർ ചെയ്ത് കൊടുക്കുക. When lifestyle changes, hormones change. When hormones change, fertility improves.